തോറ്റു. നല്ല വിഷമമുണ്ട്. ട്രോള് കേട്ടിട്ടേ സഹിക്കാൻ പറ്റില്ല. ആദ്യം ട്രോളുള്ളത് വീട്ടുകാർ തന്നെയാണ്. മരുമകനും മോളൊക്കെയാണ് ഫസ്റ്റ് ട്രോള്. സാരില്ല അല്ലേ, നമ്മൾ തിരിച്ചു വരും സ്ട്രോങ് ആയിട്ട്. വിഷമം എന്താ വെച്ചാലേ തോൽവി നമ്മൾ ഏറ്റുവാങ്ങിയതാന്നുള്ളതാണ്. അർജന്റീന ഫാൻസിനോടാട്ടെ ഞാൻ പറഞ്ഞത്, എന്നെ പോലുള്ള അർജന്റീന ഫാൻസിനോട്. സത്യത്തിൽ അത്രയധികം ഫൗൾ ചെയ്തുകൊണ്ടല്ലേ ഒരാൾക്ക് റെഡ് കാർഡ് കിട്ടി കയറേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാജയം ഉണ്ടാവില്ല നമുക്ക്. എങ്ങനെയെങ്കിലും ഒരു ഗോള് നമ്മൾ അടിച്ചാൽ 10 പേരെ വെച്ചിട്ട് ആ ലാസ്റ്റ് ടൈമിൽ കളിച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ലല്ലോ. ഓട്ടെ സാരില്ല. എന്തായാലും നമ്മൾ ഇതൊരു കളിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ കപ്പെടുക്കൽ നമ്മുടെ മാത്രം കുത്തുകായിട്ട് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. എല്ലാവരും കപ്പെടുക്കാൻ വേണ്ടി തന്നെയല്ലേ മത്സരിക്കുന്നത്. പ്രാവശ്യം സ്പെയിനിന് കിട്ടി, സ്പെയിൻ നന്നായിട്ട് കളിച്ചു. അത് അംഗീകരിക്കാനുള്ള മനസ്സും കൂടി നമുക്ക് ഉണ്ടാവണം. അവർക്ക് കപ്പെടുക്കാൻ അർഹരായിട്ടുള്ളൊരു ടീം തന്നെയായിരുന്നു. അപ്പോൾ അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. എന്തായാലും കളി പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ഉള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വർക്കിനിറങ്ങാം. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. ഒരുപാട് സ്ഥലത്ത് ഇന്നലെ ഈ പറഞ്ഞ മാതിരി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിട്ടും സംസാരിച്ചിട്ടൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മാത്രം എടുത്തിട്ട് നമ്മുടെ നല്ലൊരു വേൾഡ് കപ്പ് പര്യവസാനിച്ചു. ഫുട്ബോൾ വേൾഡ് കപ്പ് പര്യവസാനിച്ചു. വളരെ സന്തോഷത്തോടുകൂടെ നമ്മൾ കളി കണ്ടിരുന്നു. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുകയാണ്. ജയിച്ചവർക്ക് കപ്പ് കിട്ടി, തോറ്റവർക്കും അവർക്ക് മാന്യമായിട്ടുള്ള അവരുടെ സമ്പാദ്യം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈഫാണ്, നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് വരാം. അതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, നമ്മുടെ ആവേശത്തിൽ നമ്മൾ ഓരോ പ്രദേശത്തും ഓരോ റോഡരികിലും നമ്മൾ വെച്ചിട്ടുള്ള ഫ്ലെക്സുകൾ എല്ലാ ടീമിനോടും കൂടിയിട്ടാണ് പറയണത്. അത് വളരെ മനോഹരമായിട്ട് ഒരിക്കലും അത് മണ്ണിൽ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിടാതെ ആ സാധനത്തിനെ വേറെ ഏതെങ്കിലും തരത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതി ഉണ്ടോ എന്നറിയില്ല. ഇത് ഒരുപാട് വേസ്റ്റ് ഇതിലേക്ക് വരുന്ന സാധ്യതയുള്ളൊരു സംഗതിയാണ്. അപ്പം അത് കുറച്ച് നാളൊക്കെ എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തൊക്കെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇത് വേസ്റ്റ് തന്നെയാണ്. അപ്പം അതിലൊരു ശ്രദ്ധ വേണം. ഞാനൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ മറിമായത്തിൽ പറഞ്ഞ പോലെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ഇനിയും ഈ ആവേശം കെടാതെ നിൽക്കട്ടെ. ഒപ്പം തന്നെ നമ്മുടെ ഇന്ത്യക്ക് ഒന്ന് ആലോചിച്ചു, ഇങ്ങനെ ഒരു അവധിയൊക്കെ നമ്മുടെ ഉറക്കൊഴിച്ചതൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജയ് വിളിക്കാനാണ് നമ്മൾ ഉറക്കൊഴിച്ചതെങ്കിൽ ഒന്ന് ആലോചിക്കുക. വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇന്ത്യൻ ടീം വേൾഡ് കപ്പിൽ കളിക്കണം എന്നൊരു സംഗതി മനസ്സിൽ ഇപ്പോഴേ കുറിച്ചോട്ടോ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എല്ലാവരുടെയും മനസ്സ് ഒരേപോലെ പറഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും, ട്രോളുന്നവർക്കും കൂടെ നിന്നവർക്കും എല്ലാവർക്കും വീണ്ടും അടുത്ത വേൾഡ് കപ്പ് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയിച്ച ടീമിന് സ്പെയിൻ എല്ലാവിധ ആശംസകളും.